നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജിൽ തങ്ങളുടെ മകൻ ക്രൂരമായി കൊല്ലപ്പെടുന്നതിന് കാരണക്കാരായ വിസിയെയും ഡീനിനെയും സഹവാർഡനെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി JS സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ്. ക്യാമ്പസിൽ ഉണ്ടായിട്ടും മർദ്ദന വിവരം അറിഞ്ഞിട്ടും അവർ മൂന്നുപേരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. ഒരു മിനിറ്റ് അവിടെ എത്തി എന്താണ് ബഹളം എന്ന് തിരക്കിയിരുന്നുവെങ്കിൽ എൻ്റെ മകൻ ക്രൂരമായി കൊല്ലപ്പെടില്ലായിരുന്നു. അവർക്ക് മൂന്നുപേർക്കും സർവീസിൽ തുടരാൻ അർഹതയില്ല. മൂന്നുപേരെയും പിരിച്ചുവിടണം. സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ വാക്കുകൾ തീരാവേദനയും ദേഷ്യവും കലർന്നതായിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ അന്വേഷിക്കാൻ ഗവർണർ നിയോഗിച്ച കമ്മീഷന്റെ കണ്ടെത്തലുകളെ തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ജയപ്രകാശ്. കേസിന്റെ തുടക്കം മുതൽ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞുവെന്ന് ജയപ്രകാശ് പറഞ്ഞു. സിദ്ധാർത്ഥന് ഹോസ്റ്റലിൽ വെച്ച് മർദ്ദനമേറ്റതിനെ കുറിച്ച് ഡീനിനും സഹവാർഡന്റെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് വാർഡനും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. വിസിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് ജയപ്രകാശ് കുറ്റപ്പെടുത്തി. വിസിക്ക് ക്യാമ്പസിൽ നടന്ന ക്രൂരമായ സംഭവത്തിൽ വലിയ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ആദ്യം മുതൽ പറയുന്നതാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിന് മുൻപും ശേഷവും വിസിക്കും ഡീനിനും അസിസ്റ്റന്റ് വാർഡനും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇത്ര വലിയ അക്രമം നടക്കുന്നുവെന്ന് അവരെല്ലാവരും അറിഞ്ഞിട്ടും ഒരു നടപടിയും എടുക്കുകയുണ്ടായില്ല. അക്രമം അവസാനിപ്പിക്കാനോ മർദ്ദിക്കുന്നവരെ പിന്തിരിപ്പിക്കാനോ മൂവരും ഇടപെട്ടില്ല. സംഭവം നടക്കുന്ന ദിവസം വിസി കോളേജ് വളപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. 3 ദിവസമായി അക്രമം നടക്കുമ്പോൾ ഈ 3 പേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവന്റെ നിലവിളിയും കരച്ചിലും എല്ലാം അവർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മുറിയിലിട്ട് മർദ്ദിക്കുകയാണെന്നും ബഹളം നടക്കുന്നുണ്ടെന്നും അറിഞ്ഞിട്ടും അതെല്ലാം അവർ അവഗണിച്ചു. 1 മിനിറ്റ് ചെലവിട്ട് അവിടെ പോയി ഒന്ന് നോക്കി ഒരു വാക്ക് പറയുക പോലും ഉണ്ടായില്ല. അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവർ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ആ കൊലപാതകം അവിടെ നടക്കില്ലായിരുന്നു. മരണം നടന്നതിൽ പിന്നെ അത് മൂടിവെക്കാൻ വിസിയും ഡീനും അസിസ്റ്റന്റ് വാർഡനും ശ്രമിക്കുകയാണ് ഉണ്ടായത്. കാര്യങ്ങൾ പുറത്തു പോകാതെ ആരും അറിയാതെ ഒതുക്കാനുള്ള നടപടികളാണ് പിന്നീട് ഉണ്ടായത്. എത്രയും പെട്ടെന്ന് മരണം ആത്മഹത്യയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. അവന്റെ മുറി വൃത്തിയാക്കി, ഫോറൻസിക് തെളിവുകൾ ഉൾപ്പെടെ ഇല്ലാതെയാക്കി. സിദ്ധാർത്ഥൻ മരിച്ചെന്നറിഞ്ഞിട്ടും പോലീസിനെ അറിയിക്കാൻ ഡീൻ തയ്യാറായില്ല എന്ന കമ്മീഷൻ കണ്ടെത്തൽ നിർണായകമാണ്. അതാണ് അവർ മൂവരും ചെയ്ത ഗുരുതരമായ കുറ്റം. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായ 3 പേരെയും സസ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് പിതാവ് ജയപ്രകാശ് പറയുന്നത്. പല സസ്പെൻഷൻ നാടകങ്ങളും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ ആരും അറിയാതെ പ്രമോഷനോടെ അവർ തിരിച്ച് സർവീസിലെത്തും. 3 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് ഇത്രയും നാൾ അവർ കൈപ്പറ്റിയ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കണം. തുടർന്ന് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷ നടപ്പാക്കുകയാണ് വേണ്ടത്. സിദ്ധാർത്ഥന്റെ മരണശേഷം ക്യാമ്പസിൽ പോയത് അവന് മർദ്ദനമേറ്റ ആ ഹോസ്റ്റൽ മുറി ഒന്ന് കാണാനാണ്. കുട്ടികളോ അധ്യാപകരോ ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല. അവരുടെ അനുവാദത്തോടെയാണ് ഹോസ്റ്റലിൽ കയറിയത്. ലോകത്ത് ഇതുപോലെ വൃത്തികെട്ട ഒരു ഹോസ്റ്റൽ കണ്ടിട്ടില്ല. ഭിത്തിയിൽ മുഴുവൻ അശ്ലീല വാക്കുകളും മുദ്രാവാക്യങ്ങളും എഴുതി നിറച്ചിരിക്കുകയാണ്. 4-5 വർഷമായി ഒരു അധ്യാപകനോ വാർഡനോ ആ ഹോസ്റ്റലിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നത് അത് കണ്ടാൽ മനസ്സിലാകും. കമ്മ്യൂണിസ്റ്റ് ഭീകര മുദ്രാവാക്യങ്ങൾ താലിബാൻ മോഡലിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ജയപ്രകാശ് പറയുന്നു. സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച് ലഭിച്ച തെളിവുകൾ എല്ലാം CBIക്ക് നൽകിയിട്ടുണ്ടെന്നും ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു. നന്ദി.